അപ്പർ പ്രൈമറി, സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വായനാ പരിപോഷണവും സർഗാത്മക വികാസവും ലക്ഷ്യമാക്കിക്കൊണ്ട് സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ BRCയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ ദ്വിദിന ശില്പശാല ആരംഭിച്ചു. നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈജി മോൾ ഉദ്ഘാടനം ചെയ്തു. വലിയൊരു സന്തോഷമുണ്ട്. അതിനെ പൂർണ്ണതയിലെത്തിക്കാൻ ഇന്നത്തെ നാളത്തെ SSKയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സമ്പുഷ്ടമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി തന്നെ കടന്നു പോകുന്നത്. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാണ് ഇത്രയേറെ നല്ലകളിൽ കൂടി നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ നിങ്ങൾ പ്രാപ്തരാകട്ടെ എന്നുകൂടി. നിലമ്പൂർ BPCM മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. BRC ട്രെയിനർ TP രമ്യ സ്വാഗതവും വണ്ടൂർ BRC കോർഡിനേറ്റർ V ദീപ്തി നന്ദിയും പറഞ്ഞു. ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി പ്രകാരമാണ് പരിശീലനം നടക്കുന്നത്. ഇതുപ്രകാരം ലൈബ്രറി ശാക്തീകരണത്തിനായി ഈ വർഷം സമഗ്ര ശിക്ഷാ കേരളം പൊതുവിദ്യാലയങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിരുന്നു. വായന പരിപോഷണ പ്രവർത്തനങ്ങൾ സജീവമാക്കുക, കുട്ടികളുടെ രചനാശേഷികളെ വികസിപ്പിക്കുക, വിലയിരുത്തലിലൂടെ അവയെ മികച്ച സൃഷ്ടികളാക്കി മാറ്റുക എന്നിവയാണ് ശില്പശാലയുടെ ലക്ഷ്യങ്ങൾ. നിലമ്പൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ വായനക്കൂട്ടം, എഴുത്തുകൂട്ടം എന്നിവയിലൂടെ മികവ് തെളിയിച്ച കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയിൽ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നായി 50 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. എന്റെ മുന്നിൽ വന്ന ഒരു വായ്പാ അപേക്ഷയുടെ പുറകിൽ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു അത്. സർ, ഈട് തരാൻ എനിക്ക് 100ഓളം കാറുകൾ, JCBകൾ, പിന്നെ 10-25 വിമാനങ്ങളും. നീ എന്ത് തന്നാലും അത് എനിക്ക് മതിയാവുകയില്ല. കാരണം ഞാൻ എന്താണ് ഇനി നൽകേണ്ടത്? ഇവിടെ 1-2 വളരെയധികം നമ്മളെ മനസ്സിലേക്ക് വരുന്ന, അതായത് ഈ കുട്ടികൾ ഇത്രയും ചിന്തിച്ചു എന്നത് 1 കഥകളും. അനന്തമാ പ്രപഞ്ചത്തിലെ അമീബകളായി നമ്മൾ ചെയ്തുകൂട്ടും പാവങ്ങൾ